അസ്സലാമു അലൈക്കും. സംസാരിക്കുന്നില്ല കേട്ടോ, സമയം എല്ലാവരും ഒരു ഭാവം തന്നെ മാറിയിട്ടുണ്ട്. മുഖത്തിൻ്റെ ഭാവം, ഭക്ഷണത്തിൻ്റെ ക്ഷീണമായിരിക്കും തോന്നുന്നു. ഒരു കാര്യം PTH കാര്യം മാത്രം ഒന്ന് പറയാം. ഈ PTH എന്നാൽ എന്ത് തന്നെ എനിക്കെന്നെ അറിഞ്ഞിട്ടില്ല. ആദ്യം എന്നെ ആക്കുന്ന സമയത്ത് ഇപ്പോഴാണ് അറിഞ്ഞത്. അത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചു തന്നു. പക്ഷെ അതിൽ പോയിട്ടാകുമ്പോൾ അതിൻ്റെ കഥകൾ അറിഞ്ഞത്. ഇനി കഥകൾ അറിയാൻ ബാക്കിയുള്ളത് എല്ലാവരും 3 ദിവസം വോളണ്ടിയർ ക്യാമ്പിൽ പങ്കെടുക്കണം. ഞാൻ പങ്കെടുത്തു. ഞാൻ സ്വയം വിചാരിച്ചു, എങ്ങനെ ഈ പങ്കെടുക്കുന്നത്? 3 ദിവസമല്ലോ. ഇവിടെ നമുക്കിപ്പോൾ 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടത് കുറെ ചായയും ചോറും എല്ലാം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. ഈ 3 ദിവസം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഞാൻ പോയിരുന്നു. 1 മണിക്ക് ഈ ക്ലാസ് ബന്ധാക്കാൻ പോകുമ്പോൾ ബേക്കളം ജംഗ്ഷനിലുള്ള ആൾക്കാർ 3 ദിവസം ഇരുന്നിന് എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല. 1 മണിക്ക് ബന്ധാക്കുമ്പോൾ പറയുന്നു 1:10 ഒരു 10 മിനിറ്റും കൂടി പറയും, ഞങ്ങൾക്ക് അറിയാനുണ്ട്. അപ്പൊ ക്ലാസിന്റെ രീതികൾ, ചിട്ടകൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നത്. എന്റെ പ്രസംഗം ഒന്നുമല്ല, പ്രസംഗിക്കാൻ അറിയുകയും ചെയ്യില്ല, കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം ആദ്യം. പക്ഷേ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങൾ അത് പറയുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക, പ്രവർത്തിക്കുന്നത് പറയുക, പറയുന്നത് പ്രവർത്തിക്കുക. ഇപ്പോൾ ഇവിടെ പാലിറ്റീവ് കെയർ PTH പൂക്കോയ തങ്ങൾ ഹോസ്പിസ് അത് പറയുന്നത് ജനങ്ങളുടെ കിടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? രോഗത്തിലൂടെ ഉണ്ടായതാണ്. ആ രോഗം വരുമ്പോൾ ആരാണ് ശുശ്രൂഷിക്കുന്നത്? ഉപ്പ വിട്ട്, ഉമ്മ വിട്ട്, മക്കൾ വിട്ട്, അയൽവാസികൾ വിട്ട്, കുടുംബക്കാർ വിട്ട്, എല്ലാവരും വിട്ട്. പിന്നെ ആരാ? PTH. ഇത് സാദിഖലി തങ്ങൾ പറഞ്ഞതാണ്. PTH ആണ് ഇപ്പൊ ശുശ്രൂഷിക്കുന്നത്. എൻ്റെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇടാൻ പാടില്ല. നിങ്ങൾ വോളണ്ടറി ക്യാമ്പിൽ രജിസ്റ്റർഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടി വരും. അപ്പോഴറിയും PTH കഥകൾ എന്താണ്. ഓരോ ദിവസങ്ങള് PTH വേണ്ടിയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി എടുക്കുന്ന ഓരോ തീരുമാനം അത്ഭുതപ്പെട്ടു പോകും. സത്യം പറഞ്ഞാൽ ഓരോ സെക്കൻഡില് നമ്മുടെ വായല് അല്ലെങ്കിൽ എവിടെയാണ് ചലിക്കാത്ത ശരീരത്ത് പുതുവെച്ച് ഓരോ പുതുകളെ ചുമട്ടി കൊണ്ട് എടുക്കുന്ന രംഗങ്ങള് ഡയറക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ഞാനും നാളെ രോഗിയായാലോ എന്താക്കും? കൊണ്ടേരി ചാടാൻ പറ്റുമോ? പറ്റൂല. മനസ്സുകൊണ്ട് വെറുത്തിട്ട് നിൽക്കുന്ന സമയത്ത് PTH ആൾക്കാരായിരിക്കും അതിനെ സഹായിക്കുന്നത്. മരുന്ന് കൊടുക്കുന്നുണ്ട്, വാഹനം കൊണ്ടുപോയി ഡോക്ടറെ കൊണ്ടുപോകുന്നുണ്ട്, സിസ്റ്റർമാരെ കൊണ്ടുപോകുന്നുണ്ട്, അവരെ തുടച്ച് നീക്കി വൃത്തിയാക്കി എല്ലാ ദിവസവും അവരെ കുളിപ്പിച്ചു വരുന്നവരെ PTH കമ്മിറ്റി ഉണ്ട്. ചവനാട് പഞ്ചായത്തിലെ കോർഡിനേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? അതെ, ആക്കിയിട്ടുണ്ട്. പക്ഷെ കോർഡിനേറ്റർ ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല, ജില്ലാ കോർഡിനേറ്റർ ആയതൊന്നും കാര്യമില്ല. പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോഴാണ് കാര്യം വരുന്നത്. ഇത് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് നമ്മുടെ ഇലക്ഷന് പോലും ഒരു 10% വോട്ടിംഗ് കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. നിർബന്ധമായും ചവനാട് പഞ്ചായത്തിൽ വോളണ്ടറി ക്യാമ്പ് വെക്കുമ്പോൾ സ്ത്രീകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾക്ക് കൂടുതൽ വീട്ടിന്റെ അകത്ത് പോയി അവരെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയും. ഇപ്പോൾ ആണുങ്ങളോട് പറയുന്ന ഇത് പെണ്ണുങ്ങളോടല്ല കൂടുതൽ പറയും. പെണ്ണുങ്ങളോട് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയും. അപ്പൊ അതെല്ലാം രഹസ്യമായും പരസ്യമായും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരവസരമാണ്. മറ്റൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകപ്പെട്ട ഇതില് രജിസ്റ്റർഡ് ആരാണ് ആകുന്നുണ്ട് അവർക്ക് അല്ലാഹു തന്ന പ്രത്യേക ഒരു അനുഗ്രഹമാണ്. ഞാൻ എവിടെയോ ഉണ്ടായതാണ്, എവിടെയോ മൂലക്കുണ്ട്. ഇവർ പഞ്ചായത്ത് കമ്മിറ്റി മണ്ഡലം കോർഡിനേറ്റർ ആക്കി അല്ലേ? ആക്കി. ഞാൻ വിചാരിച്ചില്ല. അൽഹംദുലില്ലാ, നമുക്കതിൽ ഒരാളെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റിയിട്ടുണ്ടെന്ന് അൽഹംദുലില്ലാ. ഇപ്പോൾ ജില്ലാ കോർഡിനേറ്ററായി.
അപ്പൊ ഇപ്പൊ ഒന്നും കാര്യമില്ല. ഇപ്പൊ മണ്ഡലം കമ്മിറ്റി, കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി 50 ലക്ഷം രൂപ ഒരു പ്രൊജക്ട് ഇട്ടിട്ടുണ്ട്. എന്തിനാ? ബിരിയാണി ചാലഞ്ച്. 50 ലക്ഷം രൂപ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് ഭ്രാന്ത്, 50 ലക്ഷം രൂപ ആക്കി കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, അടുത്ത ഫെബ്രുവരി 11-ാം തീയതിയാണ് 50 ലക്ഷം രൂപന്റെ ടാർഗറ്റ് കൊണ്ട് കാസർഗോഡ് മണ്ഡലം PTH കമ്മിറ്റി പുറപ്പെട്ടിട്ടുള്ളത്. അത് ഉദുമ മണ്ഡലത്തിലും ഇല്ലെങ്കിൽ ഞാൻ കബീർ സാഹിബ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ഇവിടെയുണ്ട് അബ്ദുൽ ഖാദർ സാഹിബ്, അതിന്റെ ഭാരവാഹികൾ പറഞ്ഞ് ചാലഞ്ചായി നിങ്ങൾ ചെമ്മനാട് പഞ്ചായത്ത് എടുത്തോളൂ ബിരിയാണി ചാലഞ്ച്, ഇല്ല വേറെ എന്തെങ്കിലും ചാലഞ്ച്. ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യം ഞാനും കൂടെ ഉണ്ടാവും അവരുടെ. ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിന്റെ ആയാലും മണ്ഡലം കമ്മിറ്റിന്റെ കൂടെ ആയാലും തീർച്ചയായും എന്റെ കഴിവിന്റെ പരമാവധി ഫണ്ടിലേക്ക് ഞാൻ പുറപ്പെടും. എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്? കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. നേരത്തെ സാജി സാഹിബ് സൂചിപ്പിച്ചു, ഇത് പിന്നെ നമ്മള് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം ലീഗിനെ നിർത്താൻ വേണ്ടിയല്ല. ഇത് അള്ളാന്റെ ഭാഗത്തു നിന്ന് വന്ന നമുക്കൊരു അനുഗ്രഹമാണ്. അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാഹ് ചെമ്മനാട് പഞ്ചായത്തിന്റെ ഓരോ പ്രവർത്തനവും എണ്ണി പറഞ്ഞാല് ഇന്ന് 290 പേര് ഇവിടെ പങ്കെടുത്തു പറഞ്ഞാല്, ഞാൻ സാധാരണഗതിയിൽ കുറെ പ്രാവശ്യം 2-3-4 വർഷം ഞാൻ പ്രവർത്തനത്തിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഉണ്ടായ പ്രവർത്തനം ഇപ്പോൾ ഉള്ള പ്രവർത്തനമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പറഞ്ഞിരിക്കാണ്, നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സംഘടനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയുന്നതാണ്. പുറത്തു പോയാൽ എന്റെ സ്വഭാവം മാറും. അകത്ത് നിന്ന് കഴിഞ്ഞാൽ ഉള്ളത് കാര്യം തുറന്നു പറയും. പുറത്തുനിന്നാലും അത് പറയും, പക്ഷെ പറയാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ഞാൻ പറയും, സംഘടന അകത്ത് നിന്നുള്ള പ്രവർത്തനം 290 പേരെ ഇവിടെ പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മനാട് പഞ്ചായത്ത് കമ്മിറ്റിനെ അഭിനന്ദിച്ചാലേ മതിയാവുള്ളൂ. തീർച്ചയായും. കാരണം വെച്ചാല് ഒരു അക്കൗണ്ട്സ് ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ 12 വർഷം അക്കൗണ്ട് കണ്ടിട്ടില്ല ചെമ്മനാട് പഞ്ചായത്തിന്റെ. നേരത്തെ ഒരാൾ ചോദിച്ചു, എനിക്കറിയില്ല ഇതെന്താ നിങ്ങൾ ഫണ്ട് കുറഞ്ഞെന്ന് ചോദിച്ചു. എനിക്കറിയില്ല, പേരറിയില്ല, സോറി. ഫണ്ട് എന്ത് കുറഞ്ഞെന്ന് ചോദിച്ചു. കണക്ക് അവതരിപ്പിച്ചാലല്ലേ ഫണ്ട് കുറവും കൂടുതലും അറിയുള്ളൂ. 12 വർഷത്തെ കണക്കും 10 വർഷത്തെ കണക്കും 2 വർഷത്തെ കണക്കും കൂട്ടി നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയണം ആദ്യം. പിന്നെ ചെലവിനനുസരിച്ച് വരവിനനുസരിച്ച് ചെലവാക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ഐക്യമായി പ്രവർത്തിക്കുമ്പോൾ ലീഗിനുള്ള നേട്ടമുണ്ടാകും. നേരത്തെ നമ്മളെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തോൽപ്പിക്കുന്നത് ലീഗ് തന്നെയാണ്. എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തോൽപ്പിക്കും. എന്റെ കുടുംബക്കാരുണ്ട് എന്റെ കൂടെ. അപ്പൊ യഥാർത്ഥ ലീഗ് പാർട്ടി പ്രവർത്തനം നടത്താത്തത് കൊണ്ടുള്ള കാര്യക്ഷമതയാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. കൂടുതൽ പ്രസംഗിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. PTHന്റെ കാര്യത്തിൽ നിങ്ങൾ നിർബന്ധരാണ്. ചെമ്മനാട് പഞ്ചായത്ത് വോളണ്ടിയർ ക്യാമ്പ് വെച്ചാൽ നിങ്ങൾ ഓരോരുത്തർ ഇങ്ങോട്ട് പറഞ്ഞ് ആ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ക്യാമ്പ് നിങ്ങൾ ബോറടിക്കില്ല. നിങ്ങൾ അതിന് വിഷമിക്കേണ്ടേ വേണ്ട. നിങ്ങൾ 3 ദിവസം മതിയാവില്ല എന്ന് പറയും. ഞാൻ വാഗ്ദാനം ചെയ്തതാണ് 3 ദിവസമല്ല 30 ദിവസം ഞാൻ ഇരിക്കാൻ റെഡിയാണ്. ബേക്കലും ഷാഹിലും ഞാൻ പറഞ്ഞതാണ് 3 ദിവസത്തിന് പകരം 30 ദിവസം ഞാൻ എത്താം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായി എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ക്യാമ്പ് വന്നാൽ അത് നിർബന്ധമായി വാങ്ങണം. അതുപോലെ തന്നെ ഈ ബിരിയാണി മണ്ഡലത്തിന്റെ ബിരിയാണി ചാലഞ്ചിൽ നിങ്ങളും പങ്കാളികളാണ്. ഒരാളെ ഒരു ബിരിയാണി എടുത്താലൊന്നും ആകാൻ പോകുന്നില്ല. തീർച്ചയായും പങ്കെടുക്കണം. അത് നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്കാണ് ഉപയോഗപ്പെടുന്നത്. അത് തീർച്ചയായും ചെയ്യണം. CS സെന്ററിന്റെ പ്രവർത്തനം വേറെയുണ്ട്. നമ്മൾ ഈ പാർട്ടി PTHന്റെ പ്രവർത്തനം വേറെയാണ്. CH സെന്ററിനും പിന്നെ പാലിറ്റീവ് കെയർ വ്യത്യാസമുണ്ട്. അത് പാലക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞതും അതാണ്. അവരവരുടെ ഡ്യൂട്ടി അവരവരെടുക്കാം, മറ്റുള്ള ഡ്യൂട്ടിയിലേക്ക് കടക്കണ്ട. നമുക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്, ആ ഡ്യൂട്ടി എടുക്കാൻ നമ്മൾ അപ്പുറത്തേക്ക് പോകേണ്ടില്ല. ഓക്കെ, എല്ലാവിധ ഭാവവും നേർന്നു. ജയ്.